ഏതൊരു കോഴ്സിനും അതിൻ്റേതായ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ആ കോഴ്സ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പേഴ്സണാലിറ്റി ഉള്ളതുപോലെ തന്നെ സ്റ്റൈൽ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ തീർച്ചയായിട്ടും പ്രൊഫൈലിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. BA ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ട്. നേരത്തെ പറഞ്ഞ ആ പേഴ്സണാലിറ്റി, അതായത് BA ഹിസ്റ്ററി എന്ന കോഴ്സിനുള്ള പേഴ്സണാലിറ്റിയും അത് പഠിക്കുന്ന ആൾക്കാരുടെ പേഴ്സണാലിറ്റിയും മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സിൻ്റെ പേഴ്സണാലിറ്റിയും ആ കോഴ്സ് പഠിക്കുന്ന ആളുടെ പേഴ്സണാലിറ്റിയും എന്നുള്ളത് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പക്ഷേ BA ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യും. BA ഹിസ്റ്ററി എന്നുള്ളത് തീർച്ചയായിട്ടും ഹ്യൂമാനിറ്റീസ് മേഖലയിലുള്ള ഒരു ഗ്രാജുവേഷനാണ്, കോഴ്സാണ്. അത് കഴിഞ്ഞ് MBA, അതായത് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലെ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ് മാനേജ്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സോ എങ്ങനെ BA ഹിസ്റ്ററി പഠിച്ചതിന് ശേഷം മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മേഖലയിലേക്കുള്ള MBA പഠിച്ച് അതിനനുസരിച്ചിട്ടുള്ള കരിയർ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. അതോടൊപ്പം MBA പഠിച്ചതിന് ശേഷം അതനുസരിച്ചിട്ടുള്ള ഒരു കരിയർ പ്ലാൻ ചെയ്യുക എന്നുള്ളത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. സോ ദ എഡ്യൂക്കേറ്റർ എപ്പിസോഡിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്. കാണുക. ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.